ഓം ശാന്തി. ഗീതാ രാജയോഗ സപ്താഹത്തിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. ആത്മാവിനെക്കുറിച്ചുള്ള ദീർഘമായ പരിചയം നൽകി ഭഗവാൻ കർമ്മത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സർവജ്ഞനായ പരമാത്മാവ് തൻ്റെ പ്രിയ മക്കളായ ജീവാത്മാക്കൾക്ക് നൽകുന്ന ഉപദേശ സാരാമൃതമായ ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും ഓരോ അമൃതത്തുള്ളികളായിട്ട് നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കർമ്മത്തിൻ്റെ രഹസ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആദ്യമായി ഈ കർമ്മ നിയമങ്ങളും കർമ്മരഹസ്യങ്ങളും അനാവരണം ചെയ്യുന്നതിന് മുൻപ് ഈ ആത്മബോധത്തിൽ അധിഷ്ഠിതമായ ജീവിത മാർഗം അവലംബിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നേട്ടമുണ്ടാവുക, ഇതിനെക്കുറിച്ചൊരു ശ്ലോകത്തിൽ ചെറുതായിട്ട് ഭഗവാൻ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 40-ാം ശ്ലോകം. നേഹാഭിക്രമനാശു അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, ഏത് മാർഗത്തിലൂടെ? ഭഗവാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് മറ്റേതോ ഒരു മാർഗം കൂടി ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കഷ്ടനഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഈ മാർഗത്തിലൂടെ പോകുന്നവർ നടത്തുന്ന ഒരു ചെറിയ ചുവടുവെപ്പ് പോലും മഹാഭയങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മുക്തമാകുന്നതിനുള്ള മാർഗവുമാകും. അപ്പോൾ ഈ മാർഗം വളരെ സേഫാണ്. ആത്മബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതമാർഗമേ വളരെ സേഫാണ്. ഒന്നും ഇവിടെ നമുക്ക് നഷ്ടപ്പെടില്ല, ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് തോന്നുകയേയില്ല. നഷ്ടങ്ങളെപ്പോലും ലാഭങ്ങളാക്കി മാറ്റാനുള്ള വിദ്യ ഈ ഒരു മാർഗത്തിൽ നമുക്കുണ്ട്. മാത്രമല്ല, ഇവിടെ വയ്ക്കുന്ന ഒരു ചെറിയ ചുവട് പോലും അനേക ലാഭം കൊയ്യാനുള്ള ചുവടായിട്ട് മാറും. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചുവടുകൾ നമുക്ക് ഈ മാർഗത്തിലൂടെ വയ്ക്കാൻ പറ്റും. അപ്പൊ ഏതാണ് ഈ മാർഗം? ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ മാർഗം, ഈശ്വരൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആത്മബോധത്തിൽ അധിഷ്ഠിതമായ യോഗയുക്തമായ ഒരു ജീവിതം നയിക്കുന്ന മാർഗം. സ്ഥിരബുദ്ധിയോടുകൂടി വിവേചന ശക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു സാധകന്റെ ജീവിത മാർഗം. ആ മാർഗം സുരക്ഷിതമാണ് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, മറ്റൊരു മാർഗം എവിടെയോ കിടക്കുന്നുണ്ട്. ഉണ്ട്, അങ്ങനെ ഒരു മാർഗവുമുണ്ട്, അതിലൂടെയും വേണമെങ്കിൽ സഞ്ചരിക്കാം. പക്ഷെ ആ മാർഗത്തിലൂടെ പോകുന്നവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദി അവനവൻ തന്നെ ആയിരിക്കണം എന്ന് മാത്രം. ഇന്ന് ദൗർഭാഗ്യവശാൽ ഒരുപാട് പേര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മാർഗത്തിലൂടെയാണ് എന്ന് നമ്മൾ ദുഃഖപൂർവ്വം സ്മരിക്കേണ്ടതുണ്ട്. ഭഗവാൻ മനോഹരമായ വളരെ സുരക്ഷിതമായ ഒരു മാർഗം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോഴും ആ മാർഗത്തെ അവഗണിച്ചുകൊണ്ട് തൻ്റെതായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന അനവധി പേരെ നമുക്ക് കാണാം. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർ. പക്ഷേ ദുഃഖവും ക്ലേശവും ഉണ്ടാകുന്ന സമയത്താണ് അവർക്ക് ബോധോദയം ഉണ്ടാവുകയുള്ളൂ. ഈ ലോകത്തിന്റെ കലികാലത്തിന്റെ ആകർഷണങ്ങളിൽപ്പെട്ട് അതിൽ മുഴുകി ജീവിതത്തിന്റെ അർത്ഥം അറിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നു. ജീവിതത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകണം, തള്ളി നീക്കുകയാണ്. ഓരോ ദിവസവും ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചിലര്. ഇനി മറ്റു ചിലര് ജീവിതം എന്താണെന്ന് പോലും മറന്നിട്ട് ബോധരഹിതമായി ജീവിക്കുകയാണ്. ബോധമേ ഇല്ല, ജീവിതത്തെക്കുറിച്ചൊരു അറിവ് പോലും ഇല്ല. അവർക്ക് എപ്പോൾ നേരം വെളുക്കുന്നുവെന്നോ എപ്പോൾ ഇരുട്ടാവുന്നുവെന്നോ അവരെപ്പോൾ കഴിക്കുന്നുവെന്നോ അവരെന്ത് കഴിക്കുന്നുവെന്നോ അവരെന്ത് സംസാരിക്കുന്നുവെന്നോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒരു വീണ്ടും വിചാരമില്ലാതെ പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹവും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. ചിന്തിച്ചാൽ വളരെയധികം അറ്റം കിട്ടാത്ത ഒരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടി ഈ ഗീതാ രാജയോഗ സപ്താഹം ഉപകരിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ബുദ്ധിയിലേക്ക് ഈശ്വരൻ നൽകുന്ന ഒരമൃതത്തുള്ളി മതി അവർക്ക് താൻ പോകുന്ന വഴി തെറ്റാണെന്നും തനിക്ക് ശരിയായ വഴിയിലൂടെ പോകണമെന്നും ഉള്ള ബോധോദയം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവർക്കത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയുമാണ്. എന്തുകൊണ്ടെന്നാൽ മാർഗം തെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും താൻ മാർഗം തെറ്റി സഞ്ചരിക്കുകയാണ്
എന്നുള്ള ബോധം ഉണ്ടായിരിക്കുകയില്ല. മദ്യപിച്ച് ഓടയിൽ കിടക്കുന്ന ഒരാൾക്ക് താൻ എവിടെയാ കിടക്കുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അദ്ദേഹത്തിന് സ്വയം ബോധം വരുമ്പോഴേ അറിയുള്ളൂ അദ്ദേഹം കിടക്കുന്നത് ഇന്ന സ്ഥലത്തായിരുന്നു എന്നുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും കാര്യമില്ല. കണ്ണു കാണാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് മനോഹരമായ പൂന്തോട്ടങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ചെവി കേൾക്കാത്തൊരു മനുഷ്യന്റെ മുന്നിൽ സംഗീതത്തെക്കുറിച്ച് നമ്മൾ 1 മണിക്കൂർ നേരം നിന്ന് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ്. അവർക്ക് ആദ്യം ആ കഴിവ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ കണ്ണു തുറപ്പിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമുണ്ട്. ഇത് ഭഗവാൻ നൽകുന്ന ദിവ്യ നേത്രം സിദ്ധിക്കുമ്പോഴാണ് ഭഗവാൻ പറയുന്ന ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടി സിദ്ധിക്കുകയുള്ളൂ. ഭഗവാൻ തീർച്ചയായും അവരുടെയും കണ്ണ് തുറന്നു കൊടുക്കാൻ സന്നദ്ധനാണ്. നമുക്കും ഭഗവാന്റെ വലങ്കൈകളായി അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുമുണ്ട്. വഴിതെറ്റി സഞ്ചരിക്കുന്ന ആളുകൾക്ക് തന്റെ തെറ്റിനെ കുറിച്ച് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് അറിയുന്നില്ല. അവർക്ക് ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. പക്ഷെ അതിന് കാരണക്കാരൻ താൻ തന്നെയാണെന്നോ താൻ വഴി തെറ്റിയിരിക്കുന്നു എന്നോ അറിയുന്നില്ല. ഇപ്പോൾ പാലക്കാട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തൃശ്ശൂരിലേക്കും കോഴിക്കോട്ടേക്കും പോകുന്ന ഒരു ജംഗ്ഷനിൽ വെച്ചൊരു ബസ് കയറി. അദ്ദേഹം കയറിയത് കോഴിക്കോട്ടേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ തൃശൂർ 40 കിലോമീറ്റർ, തൃശൂർ 30 കിലോമീറ്റർ, തൃശൂർ 20 കിലോമീറ്റർ ഇങ്ങനെ ബോർഡുകൾ കാണുന്നു. അദ്ദേഹത്തിന്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാത്തടത്തോളം അദ്ദേഹം വിചാരിക്കുക, ഈ റോട്ടിൽ ആരെ ഇങ്ങനെയൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നു, ഈ കോഴിക്കോട്ടേക്ക് പോകുന്ന റോട്ടിൽ തൃശ്ശൂരിന്റെ ബോർഡ് വെച്ചിട്ട് എന്താ കാര്യം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടാവുക. എപ്പോഴദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലാക്കി ഞാൻ കയറിയ വണ്ടി തെറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കോഴിക്കോട്ടേക്ക് പോകുന്ന രീതിയിൽ വാഹനം കയറുന്നു, അപ്പോഴദ്ദേഹത്തിന് കോഴിക്കോട്ടേക്ക് എത്ര കിലോമീറ്റർ എന്നെഴുതിയിരിക്കുന്ന ബോർഡുകൾ കാണാം. അപ്പോൾ അദ്ദേഹത്തിന്റെ മാർഗം ശരിയായപ്പോൾ തന്റെ മുന്നിൽ കാണുന്ന സിഗ്നലുകളും ശരിയായി. നമ്മുടെ ജീവിതത്തിൽ മോശമായ അനുഭവങ്ങളും ദുരനുഭവങ്ങളും വന്നു ചേരുന്ന സമയത്ത് നമ്മൾ ആ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഇവര് കാരണമാണ്, ആ സാഹചര്യം കാരണമാണെന്ന് പറയുകയല്ലാതെ താൻ സഞ്ചരിക്കുന്ന വഴി തെറ്റിയത് കൊണ്ടാണ് തനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നതെന്ന് ഒരാളും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാർഗത്തെ ശരിയാക്കുവാൻ നമ്മൾ ജാഗ്രത ഉള്ളവരായി മാറേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു നിയമം തന്നെയുണ്ട്, ആകർഷണ നിയമം, ദ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു നിയമമുണ്ട്. ഈ നിയമം അനുസരിച്ചിട്ടാണ് പ്രപഞ്ചം പോലും പ്രവർത്തിക്കുന്നത്. നമ്മുടെ മാർഗം ശരിയാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെ വരികയുള്ളൂ എന്നുള്ള കാര്യം ഈ നിയമം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. നമ്മുടെ വീടിന്റെ പിറകിൽ ഒരു കുപ്പത്തൊട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പച്ചക്കറി വേസ്റ്റും അടിച്ചു വാരിയതെല്ലാം കൊണ്ടുപോയിടുന്ന ഒരു കുപ്പത്തൊട്ടി. ഈ കുപ്പത്തൊട്ടി നമ്മൾ അവിടെ കുപ്പ കുറെ കാലം കൂട്ടിയിടുന്ന സമയത്ത് നമ്മളുടെ ഒന്നും ഒരു ഇൻവിറ്റേഷനും ഇല്ലാതെ, നമ്മളുടെ ക്ഷണമൊന്നും വേണ്ട, അവിടെ ചില ജീവികൾ വന്നു ചേരും. അവർ സ്വയമായി അവിടെ വന്നു ചേരും. അതെന്ത് ജീവികളാണ്? പഴുതാര, പുഴു, ഈച്ച, വണ്ട്, അതുപോലെ കൃമികീടങ്ങൾ, കൊതുക്, ഇങ്ങനെയുള്ള ജീവികൾ, ക്ഷുദ്രജീവികൾ ഒരുപാടെണ്ണം അവിടെ വന്നു ചേരും. ഇതിനെ ആര് വിളിച്ചു വരുത്തി? ആരും വിളിച്ചു വരുത്തിയിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ നിയമം അനുസരിച്ച് ഈ അഴുക്ക് കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവയെ പോയി ജീർണിപ്പിക്കുവാൻ വേണ്ടി, അതിനെ ഭക്ഷിച്ചുകൊള്ളാൻ സൃഷ്ടാവ് തന്നെ അവയെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെ അഴുക്കുണ്ടോ അവിടേക്ക് അവ തന്നെ ആകർഷിക്കപ്പെടും. ഇതുപോലെ നമ്മുടെ വീടിന്റെ മുൻവശത്തൊരു പൂന്തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പൂന്തോട്ടത്തിലും ചിലർ വരും. അതിനും ഇൻവിറ്റേഷൻ കൊടുക്കണ്ട, അവര് സ്വയം വരും. ആരാണ്? പൂത്തുമ്പികൾ, തേൻവണ്ടുകൾ, ചിത്രശലഭങ്ങൾ, ഇവയെല്ലാം വന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഒരിക്കലും ഒരു പഴുതാരയോ ഒരു കൃമികീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൊതുകോ ഈച്ചയോ ഒന്നും വന്ന് പൂന്തോട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പൂത്തുമ്പിയോ ചിത്രശലഭമോ വന്ന് ഈ കുപ്പത്തൊട്ടിയിൽ വന്നിരിക്കുന്നതും കണ്ടിട്ടില്ല. ഇവ അവരവരുടെ ബോർഡറുകൾ വിട്ട് ഒരിക്കലും കളിക്കുകയില്ല. അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ അവർ പ്രത്യക്ഷമാകാറുള്ളൂ. ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മളൊരു കുപ്പത്തൊട്ടിയാക്കണമോ പൂന്തോട്ടമാക്കണമോ എന്നത് മാത്രമാണ്. നമ്മുടെ മനസ്സൊരു കുപ്പത്തൊട്ടിയാണെങ്കിൽ തീർച്ചയായും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും ഈ കൃമികീടങ്ങളെപ്പോലുള്ള ദുരനുഭവങ്ങളാവും, കഷ്ടനഷ്ടങ്ങളാവും. നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണെങ്കിലോ, മനസ്സിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങളായി വന്നു ചേരുന്നത് ഐശ്വര്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും, സന്തോഷപൂർണമായ അനുഭവങ്ങളായിരിക്കും. അപ്പം നമ്മുടെ ജീവിതത്തെ ശ്രേയസ്കരമാക്കി മാറ്റുന്നത് തന്നെയാണ് നല്ല അനുഭവങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള മാർഗം. ഇത് സമ്പൂർണ്ണ സയൻസാണ്. ഇതാണ് യഥാർത്ഥ മനഃശാസ്ത്രം. ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥ മനഃശാസ്ത്രമാണ്.
ഈ ഭഗവാന്റെ മനഃശാസ്ത്രത്തിലില്ലാത്ത മറ്റു ഒരു മനഃശാസ്ത്രവും ഈ ലോകത്ത് നിന്ന് നമുക്ക് കിട്ടുകയില്ല. ഭഗവാൻ പഠിപ്പിക്കുന്നത് സമ്പൂർണ്ണ മനഃശാസ്ത്രമാണ്. അപ്പൊ ഇതിനെയൊന്നും ഒരു മത ആചാരമായോ ഒരു വിശ്വാസങ്ങളായോ സ്വീകരിക്കാതെ ജീവിതത്തിന്റെ സയൻസായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആധ്യാത്മികത. ഇനിയുള്ള ഒരു ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് ഈ ആധ്യാത്മിക മാർഗം അവലംബിക്കുന്ന ഒരു വ്യക്തി, ആധ്യാത്മിക മാർഗം എന്ന് വെച്ചാൽ തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് തന്റെ മുഖ്യ പ്രവർത്തന പദ്ധതിയാക്കി എടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ആധ്യാത്മിക മാർഗം സ്വീകരിച്ച വ്യക്തി. അല്ലാതെ സന്യാസം സ്വീകരിച്ച വ്യക്തി അങ്ങനെയൊന്നും വിചാരിക്കരുതേ. ആധ്യാത്മിക മാർഗം സ്വീകരിച്ച വ്യക്തി എന്ന് വെച്ചാൽ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ തന്റെ ജീവിതത്തിലെ ഒരു മുഖ്യ ചുമതലയായി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി. അങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അതായത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് എന്ത് വ്യത്യാസം ഉണ്ടായിരിക്കും, ഇതിനെക്കുറിച്ചാണ് അടുത്ത ഒരു ശ്ലോകം, ഗീത 2-ാം അധ്യായത്തിലെ 41-ാം ശ്ലോകം. വ്യവസായാത്മികാ ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖാ ഹ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. വ്യവസായാത്മിക ബുദ്ധിരേഖേഹ കുരുനന്ദന എന്നാണ് തുടങ്ങുന്നത്. അതായത് ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ, പ്രഭുവിന്റെ ഇച്ഛയനുസരിച്ച് ജീവിക്കുന്നവൻ, ഈശ്വരൻ പറഞ്ഞു തന്നിട്ടുള്ള ശ്രേഷ്ഠമായ മാർഗമാണ് എന്റെ മാർഗം എന്ന് നിശ്ചയിച്ചു ഉറച്ച് ആ മാർഗം അവലംബിച്ച് ജീവിക്കുന്നവന്റെ മനസ്സ് ദൃഢനിശ്ചയമുള്ളതായിരിക്കും. അവർ ഏകാഗ്ര ബുദ്ധിയുള്ളവരായിരിക്കും. അവർക്ക് ഒരേ ഒരു ലക്ഷ്യം തന്നെയായിരിക്കും മുന്നിൽ. മറ്റുള്ളവരാകട്ടെ, അതായത് അവനവന്റെ മാർഗം സ്വീകരിച്ച് നടക്കുന്നവരാകട്ടെ, അവർ സദാ അലയുന്നവരായിരിക്കും. മനസ്സിലായില്ലേ വ്യത്യാസം? ഈശ്വരന്റേതായ മാർഗം സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് സദാ നിശ്ചയമുള്ളതും ഏകാഗ്രതയുള്ളതും ഒരേ ലക്ഷ്യത്തിൽ മുന്നേറുന്നതുമായിരിക്കും. അതല്ലാത്തവരുടെ മനസ്സാകട്ടെ ചഞ്ചലമായി ഇളകിക്കൊണ്ട് അലഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. വിജയത്തിലേക്കുള്ള ചുവടുവെപ്പ് ഈശ്വരീയമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എളുപ്പമുള്ള ചുവടുവെപ്പുകളാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി കഷ്ടമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഏകാഗ്രമായ മനസ്സുണ്ടാക്കുക എന്നുള്ളത് കുറച്ച് പരിശ്രമകരമായ കാര്യം തന്നെയാണ്. അത് ഒരു കൃത്യമായ നിഷ്ഠയോടെയുള്ള ജീവിതത്തിലൂടെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇന്ന് പലരും മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്ന പലരുമുണ്ട്. മനസ്സിനെയായിട്ട് ഏകാഗ്രമാക്കുകയല്ല ചെയ്യേണ്ടത്. ജീവിതം തന്നെ ഒരു ഏകാഗ്രതയിൽ പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഏകാഗ്രം തന്നെയായിരിക്കും. ഈ മനോനിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചിലര് അതിന്റെ അർത്ഥമേ തെറ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ധ്യാനം എന്നാൽ മനോനിയന്ത്രണമാണ്. എന്നാൽ മനോനിയന്ത്രണം എന്നാൽ എന്താണ്? ചിലര് വിചാരിച്ചിരിക്കുന്നത് മനസ്സിൽ ഒരു ചിന്തയുമില്ലാതെ ഒരു സങ്കല്പങ്ങളെയും രചിക്കാതെ മനസ്സിനെ ശൂന്യമാക്കി വെക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനം അല്ലെങ്കിൽ ഏകാഗ്രത എന്ന് തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ആ പാവങ്ങൾ അറിയുന്നില്ല, അങ്ങനെ ഒരു കാര്യം സാധ്യമല്ല. മനസ്സ് എന്നാൽ ചിന്താശേഷി എന്നാണ് അർത്ഥം. അതിൽ പിന്നെ ചിന്തയില്ലാതെ ആക്കി കഴിഞ്ഞാൽ അതിനെ മനസ്സെന്ന് പറയാൻ പറ്റുമോ? മനസ്സ് എന്നൊന്നുണ്ടെങ്കിൽ അതിൽ ചിന്തയും ഉണ്ട്. പഞ്ചസാര എന്നാൽ അർത്ഥം മധുരമാണ്. അതിൽ നിന്ന് മധുരം മാറ്റിയാൽ പിന്നെ അതിനെ പഞ്ചസാര എന്ന് പറയില്ല. അപ്പോൾ മനസ്സിൽ ചിന്ത ഉണ്ടാകും. അപ്പോൾ ചിന്തകളെ ശൂന്യമാക്കുന്ന പരിപാടിയല്ല ധ്യാനം. ചിന്തകളെ ചാനലൈസ് ചെയ്യലാണ്. ചിന്തകളെ ഒരു നേർരേഖയിൽ നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായൊരു നേർരേഖയിലൂടെ സഞ്ചരിപ്പിക്കലാണ് ധ്യാനം. ഇവിടെ അതിനൊരു ചെറിയ ഉദാഹരണം നോക്കൂ. കുതിരവണ്ടി നിയന്ത്രിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ അർത്ഥം? കുതിരവണ്ടി നിയന്ത്രണം. പ്രഗത്ഭനായ ഒരു കുതിരവണ്ടി നിയന്ത്രിക്കുന്ന മനുഷ്യൻ കുതിരവണ്ടിയെ ഒരിടത്ത് പിടിച്ച് കെട്ടിയിടുകയാണോ ചെയ്യുക? അല്ല. കുതിരവണ്ടി നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കുതിരവണ്ടിയെ തനിക്ക് ഉപകാരപ്രദമായ, തനിക്ക് ആനന്ദമുണ്ടാക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് അപകടമുണ്ടാകാത്ത രീതിയിൽ അതിനെ വളരെ വേഗതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകൽ തന്നെയാണ് കുതിരവണ്ടി നിയന്ത്രണം. ഇതുപോലെ മനോനിയന്ത്രണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പിടിച്ച് കെട്ടിയിടലല്ല, ഒന്നും ചിന്തിക്കാതെയാക്കലല്ല. മനസ്സിനെ തൻ്റെ ശ്രേയസ്സിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് സഞ്ചരിപ്പിക്കുക, നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് സഞ്ചരിപ്പിക്കുക, അതിന്റെ കടിഞ്ഞാൺ സ്വയം കയ്യിൽ എടുത്തുകൊണ്ട് സഞ്ചരിപ്പിക്കുക, മനസ്സിനെ അഴിച്ചുവിടാതിരിക്കുക. ഇതാണ് മനോനിയന്ത്രണം, അല്ലാതെ ശൂന്യമാക്കലല്ല. അങ്ങനെ ചിന്തിക്കരുത്. എന്നാൽ ഈ മനസ്സിന്റെ നിയന്ത്രണം കയ്യിൽ വരണമെങ്കിൽ
മറ്റു ചില കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഗീത 2-ാം അധ്യായത്തിലെ 44-ാം ശ്ലോകം. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. ഭോഗൈശ്വര്യ പ്രസക്താനാം എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകത്തിൽ മനുഷ്യർ ഭോഗങ്ങളിൽ ആസക്തരായി സുഖഭോഗാദികളിൽ, ഭൗതികമായ സുഖഭോഗങ്ങളിൽ മുഴുകി അതിൽ തന്നെ ആസക്തരായി അതുമൂലം മനസ്സ് പരിഭ്രാന്തരായ മനുഷ്യർക്ക് ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുവാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതായത് ഈശ്വരനെ അറിയുകയും ഈശ്വരനിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച് ആ ശക്തിയെ തന്റെ കർമ്മപഥത്തിലൂടെ ഒഴുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭൗതിക സുഖഭോഗ അഭിലാഷങ്ങളുടെ ആധിക്യം ഉണ്ടാകാൻ പാടുകയില്ല. എല്ലാത്തിലും നിയന്ത്രണം കൈവരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അത് ഈശ്വരന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാത്തവരാണെങ്കിലും കൂടെ അവർക്കും ഇത് ബാധകമാണ്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ മുഴുകാതെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭൗതികതയിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യന് തന്റെ നിലനിൽപ്പ് ഭൗതികതയിലായത് കാരണത്താൽ ഏതൊന്നിൽ മുഴുകിയിരിക്കുന്നോ അതിന്റെ അഭാവം ആ മനുഷ്യന്റെ ജീവിതത്തെ തകർക്കും. ഒരു വ്യക്തി തന്റെ സ്ഥാനമാനങ്ങളുടേതായ ആ ലഹരിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ സ്ഥാനമാനങ്ങൾ ഒരു നിമിഷം നഷ്ടമായാൽ ആ വ്യക്തിയുടെ ജീവിതം തകരും. ഒരു വ്യക്തി തന്റെ ബന്ധുമിത്രാദികളിലോ ഭാര്യയിലോ കുട്ടികളിലോ മുഴുകിയിരിക്കുകയാണെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും നഷ്ടം ആ വ്യക്തിയുടെ ജീവിതത്തെ ശിഥിലമാക്കി കളയും. ഒരു വ്യക്തി തന്റെ കയ്യിലുള്ള ധനത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ മറ്റോ ലഹരിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ ധനമോ സൗന്ദര്യമോ നഷ്ടമാകാവുന്നതാണ്. ഇത് നഷ്ടമാകുന്നതോടെ ജീവിതം അധപ്പതിക്കും. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ, സുഖഭോഗാസക്തികളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം ശരിക്കും കയറിലൂടെയുള്ള നടത്തം പോലെ ഏതു നിമിഷവും താഴെത്തിയേക്കാം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഒരു വാണിംഗ് തരിക, നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത ഒരു ശ്ലോകത്തിൽ, ഗീതയിലെ 2-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകത്തിൽ കർമ്മഫലങ്ങളിലേക്ക് ഭഗവാൻ കടക്കുകയാണ്. നമുക്ക് നോക്കാം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂമാദേ സംഗോസ്ത്വ കർമ്മണി. അതായത് നമുക്ക് കർമ്മം ചെയ്യുവാനേ അധികാരമുള്ളൂ. അതാണ് ഈ ശ്ലോകം സ്പഷ്ടീകരിച്ചു തരുന്നത്. നമുക്ക് കർമ്മം ചെയ്യുവാനേ അധികാരമുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്താൽ മതി, പിന്നൊന്നും ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. കർമ്മം ചെയ്യുവാനേ അധികാരമുള്ളൂ, അതിന്റെ ഫലം നിർണയിക്കുവാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലില്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. എന്നുവെച്ച് കർമ്മം ചെയ്യാതെ ഒഴിഞ്ഞു മാറുകയും അരുത് എന്നും ഈ ശ്ലോകം നമ്മളോട് അടിവരയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, അതിന്റെ ഫലം നിർണയിക്കാനുള്ള അധികാരമില്ല. മാത്രമല്ല, എന്നുവെച്ച് കർമ്മം ചെയ്യാതെ ഒഴിഞ്ഞിരിക്കാനും പാടില്ല എന്നാണ് ഈ ശ്ലോകം നമ്മളോട് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിന് തീർച്ചയായും കൃത്യമായ ഫലം ഉണ്ട്. അത് നമ്മൾ ആഗ്രഹിക്കുകയോ അതിനെ ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുകയോ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ചെയ്യണ്ട. അത് കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ കർമ്മഫലം, കർമ്മത്തിന് തക്കതായ പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്ത ഒരു കർമ്മത്തിന്റെ ഫലം നമ്മൾക്ക് തന്നെ തിരിച്ചു വരും. മാത്രമല്ല, നമ്മൾ ചെയ്തൊരു കർമ്മത്തിന്റെ ഫലം തിരിച്ചു വരാതെ എവിടെയും പോകില്ല. ഇത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മോശകർമ്മം ചെയ്യുകയാണെങ്കിലുള്ള ഫലം കൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ ഫലവും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ ചെയ്യാത്ത ഒരു കർമ്മത്തിന്റെ ഫലം നമുക്ക് വരികയുമില്ല. മറ്റൊരാളുടെയും കർമ്മഫലം നമുക്ക് അനുഭവിക്കേണ്ട. നമ്മൾ ചെയ്ത കർമ്മഫലമാണെങ്കിൽ നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ. ഇതാണ് കർമ്മസിദ്ധാന്തം. അങ്ങനെയിരിക്കെ കർമ്മത്തിന്റെ ഫലത്തിനു വേണ്ടി ആഗ്രഹിക്കേണ്ട. കർമ്മഫലം നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളുടെയും ഫലം നമുക്കുണ്ട്, മോശകർമ്മങ്ങളുടെയും ഉണ്ടെന്ന് മാത്രം. ഇവിടെ നമുക്ക് കർമ്മഫലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി വിശദീകരിക്കാം. വളരെ ഗഹനമായൊരു വിഷയമാണ് കർമ്മസിദ്ധാന്തം. ന്യൂട്ടന്റെ ചലന സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്, ടു എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ചലനങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിക്രിയ ഉണ്ട്. എല്ലാ ക്രിയകൾക്കും പ്രതിക്രിയ ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ബാധകമല്ലേ? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും തുല്യമായ പ്രതികർമ്മങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഈ ലോകത്ത് ആരും കാഞ്ഞിരക്കുരു കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മാമ്പഴം ഉണ്ടാക്കി കഴിച്ചതായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല. ആര് കാഞ്ഞിരം കുഴിച്ചിട്ടോ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് കാഞ്ഞിര വിത്ത് തന്നെയായിരിക്കും. ആര് മാമ്പഴം കുഴിച്ചിട്ടോ അവർക്ക് അതിൽ നിന്ന് തീർച്ചയായും മാമ്പഴം ലഭിക്കുകയും ചെയ്യും. വിതച്ചതേ കൊയ്യൂ. നമ്മൾ വിതയ്ക്കുന്നതിന് തത്തുല്യമായ കൊയ്ത്തിനു വേണ്ടി നമ്മൾ തയ്യാറെടുത്തേക്കണം. നമ്മൾ വിതച്ചിട്ടില്ലാത്ത ഒന്നിനെ കൊയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും വേണ്ട. നമ്മളുടെ വിതയാണ് നമ്മൾ കൊയ്യുന്നത്. നമ്മൾ മുള്ള് വിതച്ചാൽ മുൾച്ചെടികൾ കൊയ്യാം. നമ്മൾ പുഷ്പം വിതച്ചാൽ പുഷ്പത്തിന്റെ പൂന്തോട്ടം കൊയ്തെടുക്കാം. ഇത് നമ്മുടെ കയ്യിലാണ് കിടക്കുന്നത്. നമ്മൾ പുഷ്പത്തിന്റെ വിത്ത് വിതച്ചാൽ പൂന്തോട്ടം നമുക്ക് മുന്നിൽ റെഡിയാകും. അപ്പോൾ നമ്മുടെ തന്നെ ജീവിതമാകുന്ന പാതയിലേക്ക് മുള്ളുവാരി എറിയണമോ പൂവാരി എറിയണമോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തന്നെയാണ് ഇനി അതിലൂടെ നടക്കാൻ പോകുന്നത്. കർമ്മഫലമായിട്ട് നമുക്ക് തന്നെ അത് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. എല്ലാ കർമ്മങ്ങൾക്കും തത്തുല്യമായ പ്രതികർമ്മമുണ്ട്. ഒരാളും കർമ്മഫലം അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. ഒരാളും ചെയ്ത ഒരു പുണ്യകർമ്മത്തിന്റെ ഫലം കിട്ടാതെ പോകുമെന്ന് പേടിക്കുകയും വേണ്ട. അത് തീർച്ചയായും കിട്ടും. നല്ല കർമ്മത്തിന്റെയും പാപകർമ്മത്തിന്റെയും ഫലം നമുക്ക് തന്നെ വന്നു ചേരും. ഇതെവിടേക്കും നമ്മളെ വിട്ടു പോകില്ല. മറ്റൊന്ന്, നമ്മുടെ കൂടെ വരുന്ന ഏക സാധനം തന്നെയാണ് കർമ്മഫലം. ആത്മാവിന്റെ കൂടെ മറ്റൊന്നും വരാൻ പോലും ഇല്ല. ആത്മാവിന്റെ കൂടെ വരുന്നത് വെറും കർമ്മഫലം മാത്രമേ ഉള്ളൂ. വേറൊന്നും നമ്മുടെ കൂടെ വരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് കൂടെ കൊണ്ടുപോകാനുള്ള കർമ്മഫലം നല്ലതായിരിക്കണമോ മോശമായിരിക്കണമോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് വീണ്ടും വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കർമ്മത്തെ നല്ലതാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ചിന്തകൾ നല്ലതായിരിക്കണം എന്നുള്ളത് മറ്റൊരു വിഷയം. ചിന്തകൾ നല്ലതായിരിക്കണമെങ്കിൽ മനസ്സിൽ ആത്മബോധത്തിൽ അധിഷ്ഠിതമായ ചിന്തകൾ ഉൽപ്പന്നമാകാൻ ശ്രദ്ധിക്കണമെന്നും ഈശ്വരന്റെ മാർഗത്തിലൂടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതും മറ്റൊരു വിഷയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ കർമ്മവുമായിട്ട് കണക്റ്റഡ് ആണ്. കർമ്മം ചിന്തകളുമായിട്ട് ബന്ധമുള്ളതാണ്. ചിന്തകൾ നമ്മുടെ ജീവിത മാർഗം എങ്ങനെയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ചും ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിത മാർഗത്തിലാണ് ആത്യന്തികമായ പരിവർത്തനം കൊണ്ടുവരേണ്ടത്. ഒരു കോൺഷ്യസ് ഷിഫ്റ്റ് നമുക്കിവിടെ ആവശ്യമാണ്. നമ്മുടെ മനോഭാവത്തിലുണ്ടാക്കുന്ന ഒരു മാറ്റമാണ് ആത്യന്തികമായ നമ്മുടെ ജീവിതത്തിലെ സുഖദുഃഖാനുഭവങ്ങളെ നിർണയിക്കുന്നത്. അപ്പൊ നമുക്ക് സുഖം വേണമോ? സുഖം നൽകുന്ന കർമ്മങ്ങൾ ചെയ്യുക, നന്മ ചെയ്യുക. സഹജീവികൾക്കും പ്രകൃതിക്കും ഉപദ്രവമൊന്നുമില്ലാതെ നമ്മൾ ജീവിക്കുക. നമ്മുടെ കർമ്മത്തിന്റെ ഫലം നുകരാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് പോലും വരുന്നുണ്ട്. നമ്മൾ മുൻപത്തെ ഒരു ഭാഗത്തിൽ പറയേണ്ടായി പുനർജന്മങ്ങളെക്കുറിച്ച്. ഈ പുനർജന്മങ്ങളും കർമ്മവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. നമ്മുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുനർജന്മം പോലും എടുക്കുന്നത്. അഥവാ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമ്മളുടെ ഈ ജന്മത്തിലെ തന്നെ കർമ്മഫലമാകണമെന്നില്ല. അത് പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഫലവുമാകാം. അതാണ് ഇപ്പോൾ നമ്മൾ നോക്കൂ, ചില ആളുകൾ പറയും ഈ കർമ്മ സിദ്ധാന്തമൊക്കെ തെറ്റാണ്. കാരണം ഈ നല്ല മനുഷ്യർക്കൊന്നും ഒരു നന്മയുണ്ടാകുന്നില്ല, അവരെന്നും ദാരിദ്ര്യത്തിലാണ്. ഈ മാളികപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ തോന്നിയതെല്ലാം ചെയ്ത് ജീവിച്ചിട്ടും അവർക്ക് നല്ല കൊട്ടാരത്തിൽ ജീവിക്കാൻ പറ്റുന്നു. എന്നാൽ പച്ചപ്പാവങ്ങളൊക്കെ തെരുവിലാണ് എന്നൊക്കെ, ഇതെന്തോ ഒരു വിരോധാഭാസമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശരിയാണല്ലോ, കർമ്മസിദ്ധാന്തമൊക്കെ ഈ കാലത്ത് തലതിരിഞ്ഞാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിയേക്കാം. നമ്മൾ അവരുടെ പൂർവ്വജന്മങ്ങളിലേക്ക് സഞ്ചരിച്ചാലേ ആ രഹസ്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് മാളികപ്പുറത്തിരിക്കുന്ന ആ വ്യക്തി ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ വളരെ താഴേക്കിടയിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ആ ജന്മത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ നന്മകൾ കാരണത്താൽ, അദ്ദേഹത്തിന്റെ കർമ്മഫലം നല്ലതായത് കാരണത്താൽ അദ്ദേഹത്തിന് ഇന്ന് ഇത്രയും വലിയൊരു സൗകര്യത്തിൽ വന്ന് ജന്മമെടുക്കാൻ സാധിച്ചു. എന്നാൽ ഈ തെരുവിൽ കിടക്കുന്ന മനുഷ്യരാകട്ടെ പൂർവ്വജന്മത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ മാളികപ്പുറത്തിരിക്കുന്ന മനുഷ്യനെ പോലെ ജീവിച്ചിരുന്നതായിരിക്കാം. അപ്പോൾ ഈ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഇവർ ചെയ്യുന്ന പോലെ തന്നെ അവരും ചെയ്തിട്ടുമുണ്ടായിരിക്കാം. ആ ഒരവസ്ഥയിൽ നിന്ന് ആ കർമ്മഫലം പേറിക്കൊണ്ടാണ് ഇവർ ദരിദ്രരായും പാമരന്മാരായിട്ടും ജനിക്കാനിടയായത്. അപ്പോൾ കർമ്മഫലം മാളികപ്പുറത്തുള്ളവനെ താഴെ ഇറക്കാനും താഴെയുള്ളവനെ മുകളിൽ കയറ്റാനും കർമ്മഫലം സഹായിക്കുന്നുണ്ട്. ഇത് ഓരോ ജന്മങ്ങളിലും മാറി മാറി വരുന്നു. നമ്മൾക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ, ഫലം നിർണയിക്കാൻ അധികാരമില്ല എന്ന് ഭഗവാൻ പറഞ്ഞല്ലോ. അതായത് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം നിശ്ചയിച്ചു, പിന്നെ അത് നിർണയിക്കാൻ പറ്റില്ല. അത് അപ്പം തന്നെ നിർണയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർമ്മഫലത്തെ നമുക്ക് നിർണയിക്കാൻ പറ്റില്ല,
നമ്മുടെ കർമ്മം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് നമ്മുടെ കയ്യിലാണ്. കർമ്മഫലം നമ്മുടെ കയ്യിലല്ല. ചിലർ വിധിയെ പഴിക്കുന്ന കണ്ടിട്ടില്ലേ? എൻ്റെ വിധി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പഴിക്കുന്ന ഈശ്വരൻ എൻ്റെ തലയിൽ ഇങ്ങനെ എഴുതി എന്നും പറയുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തലയിൽ എഴുതിയത് നമ്മൾ തന്നെയാണ്. ഈശ്വരൻ ആരുടെയും തലയിൽ ഒന്നും എഴുതുന്നില്ല. ഈശ്വരൻ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ തലയിൽ ഒരുപോലെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മൾ നമ്മുടെ കർമ്മമാകുന്ന പേന കൊണ്ട് എഴുതിയ തലവിധികളാണ്. ഇപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം. നമ്മുടെ തലവിധി എഴുതിയത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മുടെയൊക്കെ തലവിധി എഴുതി കൊണ്ടുവന്നിരിക്കുക. അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ എഴുതി, എന്നിട്ട് അങ്ങോട്ട് വന്നത് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് ഈ ജന്മത്തിലെ നമ്മുടെ ഭാവിയിലേക്കുള്ളത് എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അടുത്ത ജന്മത്തിലേക്കുള്ള സ്ക്രിപ്റ്റ് പോലും നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇതൊന്നും നമ്മൾക്ക് യാദൃച്ഛികമായിട്ട് നമ്മളൊരു ജന്മം സ്വീകരിച്ചതല്ല. ചിലരുണ്ട് സ്വന്തം അച്ഛനമ്മമാരെ പഴിക്കുന്നവരുണ്ട്. എൻ്റെ ഈ അച്ഛനമ്മയുടെ കുട്ടിയായിട്ട് ജനിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു ജന്മമായി പോയത്, ഈ അച്ഛനമ്മയ്ക്ക് സൗന്ദര്യമില്ലാത്തത് കൊണ്ടല്ലേ ഞാനൊരു സൗന്ദര്യമില്ലാത്ത കുട്ടിയായിട്ട് ജനിച്ചത്, ഈ അച്ഛനമ്മയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവരായതുകൊണ്ടല്ലേ എനിക്ക് ധനമില്ലാതെ പോയത്, ഈ അച്ഛനമ്മമാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്കും വിദ്യാഭ്യാസം കിട്ടാതെ പോയത്. ഇങ്ങനെ അവരെ പഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനൊരു അച്ഛനമ്മയുടെ കുട്ടിയായിട്ട് ജനിച്ചു? നിങ്ങൾക്ക് എന്തുകൊണ്ട് ചോയ്സ് എടുക്കാൻ പറ്റിയില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു ചോയ്സ് അവിടെ ഇല്ലായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ വന്ന് ജനിച്ചു? നിങ്ങളുടെ കയ്യിൽ കൂട്ടിക്കിഴിച്ചുണ്ടായത്, പൂർവ്വജന്മത്തിനു ശേഷം നിങ്ങളുടെ കയ്യിൽ കൂട്ടിക്കിഴിച്ചുണ്ടായത് ഇങ്ങനെ ഒരു ജന്മത്തിലേക്കുള്ള യോഗ്യതയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കർമ്മത്തിന്റെ ഫലങ്ങളുടെ ഭാണ്ഡം, പുണ്യകർമ്മങ്ങളുടെ ഭാണ്ഡം വളരെ വലുതായാൽ മാത്രമേ നമുക്ക് വളരെ നല്ല ഒരു ജന്മത്തിലേക്കുള്ള പ്രവേശനം പോലും ഉള്ളൂ. മോശകർമ്മങ്ങളുടെ ഭാണ്ഡം കൊണ്ടാണെങ്കിൽ നികൃഷ്ടമായൊരു ജന്മത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകും. ഓരോ കർമ്മഫലങ്ങളും നമ്മുടെ ജന്മങ്ങളുമായിട്ട് തന്നെ കണക്റ്റഡ് ആണ്. നമുക്ക് എങ്ങനെയുള്ളൊരു ജന്മം സ്വീകരിക്കണമെന്ന് ചോയ്സ് ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി അത് ഫിക്സ് ചെയ്തു വെച്ചു. നമ്മുടെ ഒരു ജന്മത്തിലെ കർമ്മങ്ങളിലൂടെ നമ്മുടെ അടുത്ത ജന്മത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമുക്ക് ആരച്ഛനാകണം, നമുക്ക് ആരമ്മയാകണം, നമ്മൾ ഏത് കുലത്തിൽ ജനിക്കണം, നമ്മുടെ ശരീരം കറുത്തതാകണമോ വെളുത്തതാകണമോ, നമ്മൾ ഉയരമുള്ളവരാകണമോ ഉയരമില്ലാത്തവരാകണമോ, നമ്മൾ സമ്പത്തുള്ളവരാകണമോ സമ്പത്തില്ലാത്തവരാകണമോ, ഇതൊക്കെ നമ്മളിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ജന്മകർമ്മം അതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മം ഇവിടെ നല്ലതാക്കിയാൽ ആ സ്ക്രിപ്റ്റ് നല്ലതാവും, നമ്മുടെ കർമ്മം ഇവിടെ മോശമാക്കിയാൽ ആ സ്ക്രിപ്റ്റ് മോശമാകും. ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. നമ്മുടെ കർമ്മം പിഴയ്ക്കുമ്പോൾ ജീവിതം തന്നെ തെറ്റുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ ട്രാക്ക് തെറ്റുകയാണ്, താളം തെറ്റുകയാണ്. ഇത് മനസ്സിലാക്കണം. വികലാംഗർ ജനിക്കുന്നു. എങ്ങനെ വികലാംഗരുണ്ടാകുന്നു? അംഗവൈകല്യം സംഭവിക്കാനും കാരണം ഇതാണ്. വെറുതെ ഒരാളെയും ഭഗവാൻ അംഗവൈകല്യത്തോടു കൂടി ജനിപ്പിക്കുകയൊന്നുമില്ല. ഭഗവാൻ അങ്ങനെ ചെയ്യുന്നുമില്ല. ഏതോ ചില പൂർവ്വജന്മങ്ങളിൽ ഏത് ഇന്ദ്രിയത്തെ ദുരുപയോഗം ചെയ്തോ ആ ഇന്ദ്രിയങ്ങൾ ഈ ജന്മത്തിലേക്ക് നിഷേധിച്ചിട്ടുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ. ഗർഭം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇംപ്രിസൺമെന്റ് ആണ്, ഒരു ജയിൽവാസമാണ്. ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഗർഭത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ച് തന്റെ കർമ്മഫലങ്ങൾ ഏതെങ്കിലും ഇന്ദ്രിയത്തെ ദുരുപയോഗം ചെയ്ത രീതിയിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ പ്രകൃതി നിയമം അനുസരിച്ച് അവിടെ വെച്ച് ആ ആത്മാവിന്റെ ആ ഇന്ദ്രിയത്തിന് ഭംഗം സംഭവിച്ചിരിക്കും. അങ്ങനെയാണ് പല അംഗവൈകല്യത്തോടു കൂടിയിട്ടും കുട്ടികൾ ജനിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് കർമ്മ ഫലത്തെ വളരെയധികം തുറന്നു കാണിക്കുന്ന മറ്റൊരു സംഭവമാണ് വിവാഹം. 10, 20, 30, 100ഓളം ആലോചനകൾ വന്നിട്ടും ശരിയാകാതെ എവിടെയോ നിന്ന് ആലോചന വന്ന് ശരിയായി വിവാഹം കഴിക്കുന്നു. എന്നിട്ട് 1-2 വർഷത്തിനുള്ളിൽ അടിച്ചു പിരിയുന്നു. ഇതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ എന്നും കാണുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ ശാന്തിയും സമാധാനവും കളയുന്ന ഒരാളെ കണ്ടുപിടിക്കാനാണോ നമ്മൾ ഇത്രയും നാളെ ആലോചിച്ച് നടന്നത്, തെരഞ്ഞു നടന്നത്? അല്ലല്ലോ. പക്ഷെ അത് എന്തുകൊണ്ട് സംഭവിച്ചു? ഇതൊന്നും യാദൃശ്ചികമായതല്ല. അത് ആ വ്യക്തിയുടെ കുറ്റം കൊണ്ടുമല്ല. തനിക്ക് തന്റെ കർമ്മങ്ങളെ തീർക്കുവാൻ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കൂടെ ചേരാൻ പറ്റൂ. ആര് തമ്മിൽ പരസ്പരം കർമ്മത്തിന്റെ കണക്കുകൾ ബാക്കി നിൽക്കുന്നുണ്ടോ അവര് തമ്മിൽ കർമ്മത്തിന്റെ കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വിവാഹ ജീവിതത്തിൽ എങ്ങോ കിടക്കുന്ന 2 പേര് തമ്മിൽ ഒന്നിക്കുന്നത്. അത് ചിലപ്പോൾ നല്ല കർമ്മത്തിന്റെ കണക്കാകാം, ചിലപ്പോൾ മോശകർമ്മത്തിൻ്റെതാകാം, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. എന്തായാലും ഇത് തീർക്കലാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിവാഹത്തിന് ശേഷം കുറച്ചു കാലമൊക്കെ നല്ല കർമ്മത്തിന്റെ കണക്കുകൾ തീരും, പിന്നെ മോശകർമ്മത്തിന്റെ കണക്ക് തീരുന്ന ഒരു ഭാഗം വരും. അപ്പോഴാണ് അടിയെല്ലാം തുടങ്ങുന്നത്, ബഹളമെല്ലാം തുടങ്ങുന്നത്. പക്ഷെ അതിനെ ഒന്ന് തരണം ചെയ്യാനുള്ള
ഒരു ക്ഷമ നമുക്കില്ലാത്തത് കൊണ്ട് നല്ലതൊക്കെ അനുഭവിച്ച സമയത്ത് നന്നായിട്ടിരുന്നു, ബഹളം തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു എങ്കിൽ കുറച്ചു കാലം ഒന്ന് കാത്തിരുന്നാൽ മതി. ഈ പിരിയാതെ രക്ഷപ്പെടും. ആ കർമ്മക്കണക്കൊക്കെ തീർന്നാൽ പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ട് പിരിഞ്ഞ് ഒന്നിനും കൊള്ളാത്ത ജീവിതം ഉണ്ടാക്കും. അവനവൻ തന്നെ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. കർമ്മരഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര ഉപകാരമാണെന്ന് നോക്കൂ. നമ്മുടെ ജീവിതത്തിന് എത്ര വീണ്ടും വിചാരത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. കർമ്മ സിദ്ധാന്തം പഠിച്ചു കഴിഞ്ഞാൽ, പുനർജന്മ സിദ്ധാന്തം പഠിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മളുടെ കർമ്മഫലമാണ്. കർമ്മത്തിൻ്റെ നിഴലാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ചെയ്ത കർമ്മം ആരോടും ചോദിച്ചിട്ടായിരിക്കില്ല നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവുകയെ. അതുകൊണ്ട് ഈ സമയത്തും ആരോടും ചോദിക്കാൻ പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല. നമ്മൾ തന്നെ അനുഭവിച്ചുകൊള്ളണം. നമ്മുടെ നിഴലേ കൂടെ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഈശ്വരൻ സാന്ത്വനമായിട്ട് എപ്പോഴും ഉണ്ടാകും. നമുക്ക് ഈശ്വരൻ്റെ ഹെൽപ്പ് ആ സമയങ്ങളിലെല്ലാം എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് ഇനി വരും ഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ കർമ്മ ഫലത്തെ മനസ്സിലാക്കി നമ്മൾ കർമ്മം ചെയ്യുക, വീണ്ടും വിചാരത്തോടുകൂടി ചെയ്യുക. ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഒരു 2 തവണയെങ്കിലും ഇത് ഞാൻ ചെയ്താൽ എന്തായിരിക്കും ഫലം എന്നുള്ളത് ഒന്ന് കർമ്മ സിദ്ധാന്തം അനുസരിച്ച് ചിന്തിച്ചു നോക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിദ്ധാന്തമാക്കണം, ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമാക്കണം, ഒരു വിശേഷതയാക്കണം. ഓരോ കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഈ കർമ്മം ഞാൻ ചെയ്താൽ ഇതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന ഒരു ചിന്തയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ഇന്ന് നേരെ തിരിച്ച കാര്യങ്ങൾ. കർമ്മം ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുന്ന പരിപാടി ഇല്ല. കർമ്മം ആദ്യം അങ്ങോട്ട് ചെയ്ത് കളയും. പിന്നെ ഇരുന്ന് താടിക്കും കൈ കൊടുത്തിരുന്ന് അയ്യോ ഞാൻ ഈ ചെയ്തത് അബദ്ധമായല്ലോ, ഞാൻ ഈ ചെയ്തതിൻ്റെ ഫലം ഇപ്പം എന്തായിരിക്കും, ഞാൻ ചെയ്തതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും, ഇങ്ങനെയും ചിന്തിച്ചിരിക്കുന്നു. ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആ കർമ്മം ചിലപ്പോൾ ചെയ്യാതിരിക്കുമായിരുന്നു. കർമ്മം ചെയ്തതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചിരുന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇല്ല. അത് മറ്റൊരപരാധമാണ്. ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ നിന്നൊരു പാഠം പഠിക്കുകയാണെങ്കിൽ ഓക്കെ. അല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ട് തൻ്റെ ജീവിതം കളയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റൊരപരാധമായി. നമ്മളൊരു പാട്ടുകാരനാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു വരി പാടിയത് തെറ്റിപ്പോയി. ആ ഒരു വരി പാടിയത് തെറ്റിയല്ലോ എന്നുള്ള ചിന്ത കാരണത്താൽ നമ്മുടെ അടുത്ത വരിയും തെറ്റി. ഇങ്ങനെ നമ്മൾ ഓരോ വരിയും തെറ്റിക്കുകയാണ്. അപ്പോൾ ഇന്ന് പറ്റിയ ഒരു തെറ്റ് ഇന്ന് കഴിഞ്ഞു. നമ്മൾ അതിൽ നിന്ന് പാഠം പഠിച്ച് അടുത്ത ദിവസത്തേക്ക് കിടക്കണം. അതല്ല, നമ്മളിത് ചിന്തിച്ച് നമ്മുടെ അടുത്ത ദിവസം പോയി, നമ്മൾ ഇത് 2 ദിവസം പോയല്ലോ എന്ന് ചിന്തിച്ച് നമ്മുടെ 3ാമത്തെ ദിവസം പോയി. ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കരുത്. തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഉടനടി ഒരു വീണ്ടും വിചാരത്തോടുകൂടി ഇനി ഞാനിത് ചെയ്യുകയില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് കർമ്മഫലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ കർമ്മഫലത്തിന് മുക്തമാകില്ല. അത് മറ്റൊരു പാപമാണ്. കർമ്മം ചെയ്യാതെ ഒന്നും ആർക്കും ഇരിക്കാനും പറ്റില്ല. ഭക്ഷണം കഴിക്കുകയൊക്കെ ഒരു കർമ്മമാണ്. ആ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജോലി ചെയ്യാതിരിക്കാം, അത് മടി കൊണ്ടാണ്. ജോലി ചെയ്യാതിരിക്കാം, കർമ്മം ചെയ്യാതെ ഒരാൾക്കും ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ശ്രേഷ്ഠ കർമ്മമായിരിക്കണം എന്ന് മാത്രം. ഇനി നമ്മുടെ കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലെ സാധനാക്രമങ്ങളെ ക്രോഡീകരിച്ചെടുക്കുന്നതിനും ഈശ്വരൻ നൽകുന്ന ഒരു വളരെ മനോഹരമായൊരു ഉപദേശം കൂടിയുണ്ട്. ഇത് നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ സമയപരിമിതി മൂലം നമ്മൾ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം